മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഒട്ടും കെമിക്കൽസ് ഇല്ലാണ്ട് അതേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടൊമാറ്റോ സോസിൻ്റെ അതേ ടേസ്റ്റിലും കൺസിസ്റ്റൻസിയിലും കളറിലും കിട്ടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ തക്കാളി. അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത, നല്ല ചുമന്നിരിക്കുന്ന നല്ലൊരു നാടൻ തക്കാളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് വരുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാരണം ബീട്രൂട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇതിന് നല്ലൊരു ചുമപ്പ് നിറം കിട്ടാനാണ്. കാരണം നമ്മൾ ഈ തക്കാളി സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നല്ലൊരു ചുമപ്പുണ്ടല്ലോ, ആ ചുമപ്പ് കിട്ടണമെങ്കിൽ മാത്രം നമുക്ക് ഇത് ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് സബോളയാണ്. ഇത് ഒരു അര സബോള എടുത്തിട്ട് നല്ലോണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് മുളകാണ്. മുളക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് സാധാരണ ഈ സോസിന് ഭയങ്കര എരിവായി കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം നമുക്ക് ഇത്രയാണ് ഒരു കണക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് കുറയ്ക്കാം, കൂട്ടാം. ഇനി അടുത്തത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസിനെ പോലെ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. ഓപ്ഷണലാണ്. ഇപ്പൊ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഓപ്ഷണലാ. അടുത്ത ഇൻഗ്രീഡിയന്റ് വിനെഗർ ആണ്. ഇതും ഓപ്ഷണൽ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ ഉള്ള തന്നെ നല്ലൊരു പുളിപ്പ് രസവും, അതുപോലെ തന്നെ ഇത് കുറെ നാൾ കേടാവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഒരു കെമിക്കലും ചേർക്കാത്തതുകൊണ്ട് തന്നെ വിനെഗർ ആകുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് കൂടി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ചേർത്തത്. ഇനി നമ്മൾ മുമ്പ് കാണിച്ച പോലെ തന്നെ തക്കാളി 10 എണ്ണം എടുത്ത് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് എന്തൊക്കെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത്തിരി കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് ഇടാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തു. നമ്മൾ വിനെഗർ മാത്രം ചേർത്തിട്ടില്ല, അത് അവസാനമാണ് നമ്മൾ ഒഴിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുക്കറിലിട്ട് ഒരു വിസിലടിക്കുന്ന വരെ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ മിക്സിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്തിരി ആയിട്ടാണ് നമ്മൾ ഒഴിക്കുക. ആദ്യം നമ്മൾ ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇത് നല്ലോണം അടിച്ചു കഴിഞ്ഞിട്ട് ഒഴിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു മിക്സിയിൽ നമ്മൾ നല്ലോണം അടിച്ചെടുത്തിട്ട് അതിനുശേഷം അതൊരു പാനിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് അത് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുകയാണ്. കുറുക്കി എടുക്കുമ്പോഴാണ് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന സോസിൻ്റെ പോലെ തന്നെ നല്ല കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത്ര അതിൽ നമുക്ക് കുറുക്കിയെടുക്കാം. ഇപ്പം നമുക്ക് കട്ടി കുറവും മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറുക്കിയെടുക്കാം. അതല്ല നല്ലോണം നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ സോസ് എടുത്തിട്ടുണ്ട്. ഇത്തിരി ഞാൻ സോസ് ഇത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. നമ്മളിപ്പോൾ ഈ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺസിസ്റ്റൻസി ഇപ്പോൾ നമുക്ക് ഞാൻ ഇത്തിരി കൺസിസ്റ്റൻസി കുറച്ചു. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ജാറിൽ ഒഴിച്ചു വെക്കുമ്പോൾ തന്നെ കട്ടിയായി സാധാരണ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അതേ സോസിൻ്റെ കട്ടിയിൽ വരും. അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഭയങ്കര കട്ടിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ആകുമ്പോൾ ഭയങ്കര കട്ടിയാവും. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്കും കട്ടിയിലാക്കിയെടുത്തത്. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കട്ടിയാണ്. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ശരിക്കുള്ള ആ സോസിന്റെ കട്ടി വരും.
അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വട്ടം ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.